2013 ഡിസംബർ 19 മലയാള സിനിമയ്ക്ക് ആദ്യ 50 കോടി നേടിക്കൊടുത്ത സിനിമ പിറന്ന ദിവസം. ഒപ്പം മോഹൻലാൽ എന്ന താരരാജാവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനും ആ ദിവസം സാക്ഷ്യം വഹിച്ചു. റെക്കോർഡുകൾ ഭേദിക്കുന്നതും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നതും മോഹൻലാലിന് പുതിയ കാര്യമല്ല. ഇൻഡസ്ട്രിയിലെത്തി 40 കൊല്ലങ്ങൾക്കപ്പുറം ഒരു മോഹൻലാൽ സിനിമ എന്നാൽ മലയാളികൾക്ക് ആഘോഷമാണ്, അതൊരു വികാരമാണ്. ഒരു മോഹൻലാൽ സിനിമ വിജയിക്കുമ്പോൾ മലയാളം ഇൻഡസ്ട്രിയുടെ തന്നെ ഡൈനാമിക്സ് ആണ് മാറി മറിയുന്നത് എന്ന് പറഞ്ഞാലും അത് തെറ്റില്ല. അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് എമ്പുരാന്റെ അഡ്വാൻസ് ബുക്കിങ്ങുകൾ. മലയാളത്തിലെ റെക്കോർഡുകൾ എന്നും മോഹൻലാൽ തന്റെ പേരിലാക്കിയിരുന്നു. ദൃശ്യത്തിലൂടെ മലയാളത്തിന്റെ ആദ്യ 50 കോടി നേടിയപ്പോൾ മലയാള സിനിമയ്ക്ക് എന്തും സാധിക്കുമെന്നാണ് അന്ന് അവിടെ തെളിഞ്ഞത്. കോടി ക്ലബ്ബുകൾ തമിഴിനും തെലുങ്കിനും ബോളിവുഡിന്റെ മാത്രം കുത്തകയായിരുന്നിടത്ത് ദൃശ്യം മലയാളത്തിനെ കൊണ്ടും അത് സാധിക്കുമെന്ന് തെളിയിച്ചു. അതിനായി ഒരു മോഹൻലാൽ സിനിമ തന്നെ വേണ്ടി വന്നു. എന്നും അന്യഭാഷാ സിനിമകൾ നേടിക്കൊണ്ടിരുന്ന 100 കോടിയുടെ വിജയ തിളക്കങ്ങൾ മലയാളികൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട്. വിജയും രജനീകാന്തും ഷാറുഖും സൽമാനും ഒക്കെ തന്റെ ഇൻഡസ്ട്രികൾക്ക് 3ഉം 4ഉം 100 കോടി ക്ലബ്ബുകൾ നൽകിയ സമയത്ത് മലയാള സിനിമയിലേക്ക് എന്നാണ് അത്തരമൊരു നേട്ടം വരുന്നതെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകും. അവിടെയും അവതരിച്ചത് മലയാളത്തിന്റെ മോഹൻലാലായിരുന്നു. പുലിമുരുകൻ മലയാളത്തിന്റെ ആദ്യ 100 കോടി ആയപ്പോൾ അവിടെ പിറന്നു വീണത് മറ്റൊരു മോഹൻലാൽ റെക്കോർഡ് കൂടിയായിരുന്നു. ആഘോഷം തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ പുലിമുരുകൻ. ടിക്കറ്റിനായി ആളുകളെ കൊണ്ട് നെട്ടോട്ടം ഓടിപ്പിച്ചു മോഹൻലാൽ. താൻ ഉണ്ടാക്കിയെടുത്ത റെക്കോർഡുകളെ സ്വയം തകർത്തെറിയുന്ന മോഹൻലാലിനെയായിരുന്നു അന്ന് അവിടെ കണ്ടത്. മോഹൻലാൽ എന്ന സൂപ്പർ താരം അദ്ദേഹത്തിന്റെ താരപദവിയെ പരമാവധി ചൂഷണം ചെയ്തപ്പോൾ അത് മലയാള സിനിമയെ ഏത് ലെവലിലേക്ക് കൊണ്ടെത്തിച്ചെന്ന് പുലിമുരുകൻ കാണിച്ചു തന്നു. അത് വെറും ഒരു സാമ്പിൾ മാത്രമായിരുന്നു. പാൽ, പത്രം, ആശുപത്രി, ഒടിയൻ എന്നിവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഇത്തരമൊരു വാർത്ത മറ്റേതെങ്കിലും ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഹർത്താൽ പ്രഖ്യാപിച്ച ഒരു ദിനം, എന്നാൽ അതിനെ തെല്ലും വകവയ്ക്കാതെ ഒരു മോഹൻലാൽ സിനിമ തിയേറ്ററിലെത്തി ഓപ്പണിംഗ് റെക്കോർഡ് ഇടുന്നു. ഒരു മോഹൻലാൽ സിനിമയ്ക്ക് ലഭിച്ചേക്കാവുന്ന ഹൈപ്പിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിരുന്നു ഒടിയന്റേത്. അവിടെയും മോഹൻലാൽ എന്ന താരത്തിന് തന്നെയായിരുന്നു അതിന്റെ ക്രെഡിറ്റ്. 7.2 കോടി നേടി അന്ന് വരെ കാണാത്ത അല്ലെങ്കിൽ സാധ്യമാകുമോ എന്ന് പലരും സംശയിക്കപ്പെട്ടിരുന്ന ഓപ്പണിംഗ് ഡേ റെക്കോർഡ് മോഹൻലാൽ സ്വന്തം പേരിലാക്കി. ചിത്രം പ്രതീക്ഷകൾക്കൊത്ത് ഉയരാതിരുന്നപ്പോഴും ബോക്സ് ഓഫീസിൽ ഒടിയൻ കൂപ്പുകുത്താതിരുന്നത് മോഹൻലാൽ എന്ന താരത്തിന്റെ ബലം കൊണ്ട് മാത്രമാണ്. തുടർന്നെത്തിയ ലൂസിഫർ ഓപ്പണിംഗ് ഡേ റെക്കോർഡിൽ തുടങ്ങി ആഗോള നേട്ടത്തിൽ 200 കോടി കടന്നപ്പോഴും അതിന്റെ മുൻപന്തിയിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു. പലപ്പോഴും മോഹൻലാലിന്റെ സ്റ്റാർ പവർ അദ്ദേഹം തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട്. ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ മോഹൻലാലിന് തീർക്കാൻ പറ്റാത്ത റെക്കോർഡുകളൊന്നും തന്നെ ഇല്ലെന്ന് അദ്ദേഹം പല ആവർത്തി അടിവരയിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന എമ്പുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് സൂചനകളും അതുതന്നെയാണ് തെളിയിക്കുന്നത്. ബുക്കിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ സിനിമ വിറ്റഴിച്ചത് 93.5 ടിക്കറ്റുകളാണ്. അല്ലു അർജുനും വിജയ്ക്കും, എന്തിന് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് പോലും സാധിക്കാത്ത നേട്ടം ഇനി മോഹൻലാലിന് സ്വന്തം. ബുക്കിംഗ് തുടങ്ങി 24 മണിക്കൂറിൽ 6,45,000 ടിക്കറ്റുകളാണ് ചിത്രം വിറ്റഴിച്ചത്. ഒരു ഇന്ത്യൻ സിനിമയുടെ റെക്കോർഡ് നേട്ടമാണിത്. ആ റെക്കോർഡ് മോഹൻലാലിൻ്റേത് കൂടിയാകുമ്പോൾ അതിന് തിളക്കമേറും. എമ്പുരാൻ ഉന്നം വയ്ക്കുന്നത് മലയാളത്തിലെ സകല റെക്കോർഡുകളിലേക്കുമാണ്. ആദ്യ ദിവസത്തെ കളക്ഷൻ മുതൽ വീക്കെൻഡ് കളക്ഷനും ഫൈനൽ കളക്ഷനും അടക്കം സകല നേട്ടങ്ങളും മോഹൻലാലിൻ്റേത് കൂടിയാകുമെന്നത് ഉറപ്പാണ്. സിനിമ റിലീസ് ചെയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇനി എന്തൊക്കെ നേട്ടങ്ങളാണ് മോഹൻലാൽ തന്റെ പേരിലേക്ക് മാറ്റുകയെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇത് കേരളമാണ്. ഇവിടെ ഈ ചരിഞ്ഞ തോളിലാണ് മലയാള സിനിമയുടെ പ്രതീക്ഷ എന്ന വാക്കുകൾ വീണ്ടും സത്യമാവുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മോഹൻലാൽ സൃഷ്ടിക്കുന്ന റെക്കോർഡുകൾക്ക് വട്ടം വയ്ക്കാൻ മറ്റാരെ കൊണ്ടും സാധ്യമല്ല. അതിന് മോഹൻലാൽ തന്നെ വീണ്ടും തുനിഞ്ഞിറങ്ങേണ്ടി വരും.